ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാസിൻ മീഡിയാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ മുന്നേ ചെയ്ത അംബ്രല കട്ടിങ് പലാസോ പാൻറ്റ് ഉണ്ടല്ലോ, ഈ പാൻറ്റ് ഇതിൻ്റെ ബ്ലൗസാണ് കേട്ടോ ചെയ്യാൻ പോണത്. ഇതിൻ്റെ ഈ പട്ട വെച്ച് ഈ ക്ലോത്ത് വെച്ച് തന്നെയാണ് കേട്ടോ നമ്മൾ ബ്ലൗസും ചെയ്തെടുക്കാൻ പോണത്. അതിനായി ഈ ക്ലോത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു 8 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് കൊടുത്തുകൊണ്ട് ഒരു 11 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാൻ കേട്ടോ. 11 ഇഞ്ച് നീളത്തിലും 8 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ വരച്ചെടുത്ത ഈ പീസ് അതായത് ഇതിൽ നിന്നൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ഈ ബ്ലൗസിന് വേണ്ട ഫ്രണ്ട് പീസാണ് കേട്ടോ. ബാക്ക് പീസ് വേറെ സെപ്പറേറ്റ് ആയി നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ചെയ്യുന്നത്. അടുത്തായി നമുക്ക് ഈ ബ്ലൗസിന് വേണ്ട ബാക്ക് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു 3/4 ഇഞ്ച് ഈ സെൻറ്റർ ഭാഗത്ത് എയർ ഇട്ട് കൊടുത്തുകൊണ്ടാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുക്കണത്. സിബ് അറ്റാച്ച് ചെയ്തെടുക്കാനാണ് നമ്മൾ ഈ ഭാഗത്ത് ഒരു 3/4 ഇഞ്ച് എയർ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ഒരു 3/4 ഇഞ്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് ആ പീസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ആ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ആ 3/4 ഇഞ്ച് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഇട്ടൊന്ന് പിന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് രണ്ടും കൂടി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒരു 5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 6 ഇഞ്ച് താഴെയായിട്ട് ഒരു 7 ഇഞ്ചിലാണ് അതിൻ്റെ ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ആമോളിൻ്റെ ഭാഗം ഇതുപോലെ ഇങ്ങനെ വരച്ച് സാധാരണ എല്ലാ ബ്ലൗസിലും ചുരിദാറിലൊക്കെ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ ചെയ്തൊന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗം ഞാനൊരു 2.5 ഇഞ്ചിൽ ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്ക് ഇപ്പോൾ വരച്ചെടുക്കണില്ലേ, നെക്ക് നമുക്ക് ക്യാൻവാസിൽ വരച്ചുകൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതൊരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ നെക്ക് വരുന്ന ഭാഗത്ത് നമ്മളൊരു പോയിൻ്റ് അടയാളപ്പെടുത്തില്ല, അവിടെ ഞാൻ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ആ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ അടിഭാഗത്ത് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ഒന്ന് പോയിൻ്റ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ ഭാഗം ഒന്ന് കർവ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഏത് ഡ്രസ്സ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ അത് നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ. മറ്റേത് ആ ഭാഗം ഇങ്ങനെ തൂങ്ങി നിൽക്കും. ഇങ്ങനത്തെ ബ്ലൗസ് ചുരിദാറൊക്കെ ചെയ്യുമ്പോൾ ഈ അടിഭാഗം ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിൽ ബാലൻസ് വരുന്ന ഈ പീസ് ഇതിൽ നമുക്ക് അതിനുള്ള സ്ലീവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ തുണി രണ്ടായി മടക്കിയിട്ട് ഒരു 20 ഇഞ്ച് നീളത്തിലാണ് കേട്ടോ ഈ സ്ലീവിനുള്ള അളവ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതിന് ശേഷം അത് വീണ്ടും ഒന്ന് മടക്കിയിട്ട് ഒന്ന് ആ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. തുണിൻ്റെ അറ്റങ്ങനെ കോണായി നിൽക്കണമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം അതിൻ്റെ ആ 2 ഭാഗത്തും ഒരു 4 ഇഞ്ച് വീതം അടയാളപ്പെടുത്തി വരച്ചെടുത്തൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ പീസിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ഈ ഒരു 1.5 ഇഞ്ചിൽ ഇങ്ങനെ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗത്ത് മുകൾ ഭാഗത്തായിട്ട് ഒരു 4 ഇഞ്ച് ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി ആ 4 ഇഞ്ചിൽ നിന്ന് ഈ 1.5 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ കർവ് ചെയ്ത് വരച്ചെടുത്ത ഈ ഭാഗത്ത് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റി നമ്മൾ സ്ലീവ് റെഡി ആയി കിട്ടും കേട്ടോ. ഇനി ഇതിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്ത് 2 സ്ലീവും സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ 2 സ്ലീവും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ ആ ബ്ലൗസിന് വേണ്ട എല്ലാ കട്ടിങ്ങും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ അളവ് തന്നെ നമുക്കിതിൻ്റെ ലൈനിങ്ങും റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ലൈനിങ്ങും ഇതേ അളവ് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ പീസിൻ്റെ അതേ അളവ് തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്കിതിന് വേണ്ട നെക്കാണ് റെഡിയാക്കി എടുക്കേണ്ടത്. നെക്ക് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടില്ലല്ലോ. അതിനുവേണ്ടി 2 പീസ് ലൈനിങ്ങും അതേപോലെ 2 പീസ് പേപ്പർ ക്യാൻവാസുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ലൈനിങ്ങിൻ്റെ മുകളിൽ ഈ പേപ്പർ ക്യാൻവാസ് ആദ്യം ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ 2 പീസ് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ഒരു പീസ് അങ്ങനെ എടുത്തുകൊണ്ട് അത് 2ആയി ഒന്ന് മടക്കി കൊടുത്ത് അതിൽ പിന്നൊക്കെ കുത്തി കൊടുത്ത് നമുക്ക് ആദ്യം ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു കോണായിട്ടുള്ളൊരു നെക്കാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ആദ്യം പിന്നൊക്കെ കുത്തി ഒന്ന് പെൻസിൽ വെച്ച് വരച്ചുകൊണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് മറ്റേ പീസിൽ ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കാം.
ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കാനായി ആദ്യം 2 ഇഞ്ച് വീതിയും 3 ഇഞ്ച് നീളത്തിലും ഓരോ പോയിൻ്റ് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ സാധാരണ നെക്കിന് ചെയ്യുന്ന പോലെ തന്നെ ബോക്സ് രൂപത്തിൽ വരച്ച് കൊടുത്ത് അതിനുള്ളിലാണ് നെക്ക് വരച്ചെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ആ 1.5 ഇഞ്ചിൽ നിന്ന് ആ കോർണർ ഉണ്ടല്ലോ, ആ മൂല, ആ ഭാഗത്തേക്ക് ഇതുപോലെ ഒരു ലൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വരച്ച് ഈ ഒരു നെക്കാണ് കേട്ടോ ഇതിന് കട്ട് ചെയ്തെടുക്കണത്. കുട്ടികളെ കഴുത്തിനൊക്കെ ഈ ഒരു മോഡൽ ഇട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഭംഗി അറിയില്ല. നല്ല ഭംഗിയാണ് ഇത് ഇട്ട് കഴിയുമ്പോൾ. ചെറിയ കുട്ടികൾക്കൊക്കെ ഈ ഒരു കഴുത്താണ് ഏറ്റവും ഭംഗി കിട്ടൽ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു പീസ് അതേ രീതിയിൽ തന്നെ മടക്കിയെടുത്തൊന്ന് ബോക്സ് രൂപത്തിൽ വരച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ റൗണ്ട് കഴുത്താണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് വരച്ചെടുത്തൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മളിപ്പോൾ റെഡിയാക്കിയെടുത്ത ആ നെക്കിൻ്റെ 2 പീസും ഈ 2 ലൈനിങ്ങിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ലൈനിങ്ങിൻ്റെ ഈ ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ആദ്യം ഈ നെക്കിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം ഈ അടിഭാഗം ഈ 3 ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 പീസും ഇതേ രീതി തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ഈ ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ്ങിൽ നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തിട്ടില്ലേ, അതും നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കണം. അങ്ങനെ ഈ 2 പീസും നമുക്കൊന്ന് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ആ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ മെയിൻ പീസ് ഉണ്ടല്ലോ, ആ പീസും ഈ ലൈനിങ്ങും കൂടി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി ഈ മെയിൻ പീസിൻ്റെ ഈ നല്ല ഭാഗം ഉണ്ടല്ലോ, ഇതുപോലെ ഈ അടിക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. ആ ഫ്രണ്ട് നെക്ക് വെച്ച ആ പീസിൽ. അതിന് ശേഷം ഇതിൻ്റെ ഈ അരികിൽ ഒരു 1/2 ഇഞ്ച് വിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഈ സ്ലീവിൻ്റെ ഭാഗത ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ബാക്ക് പീസ് നമുക്ക് അതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. നെക്കും ഒന്ന് 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ സ്ലീവും 1/2 ഇഞ്ച് വിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് വരാം. അങ്ങനെ 2 പീസും ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ നെക്കിൻ്റെ എക്സ്ട്രാ വരുന്ന ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ, അതിൻ്റെ എക്സ്ട്രാ ഈ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ നെക്കിന് ആവശ്യമുള്ള ഭാഗമല്ലാത്ത അതൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ചിൽ തട്ടാതെ വേണം അത് കട്ട് ചെയ്തെടുക്കാൻ. 2 പീസും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതിൻ്റെ ഈ കോർണറൊക്കെ ഒന്ന് ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കാം. നമുക്ക് മറിച്ചെടുക്കുമ്പോൾ അത് നല്ല പെർഫെക്റ്റായി കിട്ടാനാണ് ഇതുപോലെ ഇങ്ങനെ ഈ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ആ സ്ലീവിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ, അതിൻ്റെ അരികും അതേ രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം എക്സ്ട്രാ ഉള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ ശേഷം ഇതുപോലെ ഇങ്ങനെ 2-3 കട്ടിങ് ഇട്ട് കൊടുത്താൽ മതി. 2 പീസും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ ഇപ്പോൾ ആ 2 പീസും കട്ടിങ്ങൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഫ്രണ്ട് പീസ് ഇത് മാത്രം ഒന്ന് മറിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ അരികുണ്ടല്ലോ, ആ നെക്കിൻ്റെയും സ്ലീവിൻ്റെയൊക്കെ അതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പീസ് നമ്മളങ്ങനെ ചെയ്തെടുക്കില്ലേ, ബാക്ക് പീസ് ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ആ ഫ്രണ്ട് പീസിൻ്റെ എല്ലാ ഭാഗവും പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ഈ പീസ് ഉണ്ടല്ലോ, ഫ്രണ്ട് പീസ്, ഇതുപോലെ ബാക്ക് പീസിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ അതിൻ്റെ ആ വർക്ക് പീസ് രണ്ടും ഒരേപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് ആ ഷോൾഡറിൻ്റെ ഉള്ളിലേക്ക് ആ പീസിൻ്റെ ഷോൾഡർ ഇങ്ങനെ ഒന്ന് കടത്തി കൊടുക്കുക. ആ വർക്ക് പീസ് രണ്ടിൻ്റെയും നല്ല ഭാഗം ഒരേപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഈ ഷോൾഡറിൻ്റെ 2 ഭാഗം ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഷോൾഡർ കാണാത്ത രീതിയിൽ, ഷോൾഡറിൻ്റെ ആ സ്റ്റിച്ച് ഉണ്ടല്ലോ അത് കാണാത്ത രീതിയിൽ ഇൻവിസിബിളായി കിട്ടാനാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. കണ്ടാ ഇപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് ഒരു ഇതൊന്നും കാണുന്നില്ലല്ലോ, അതിൻ്റെ ആ തുമ്പും കാര്യങ്ങളൊക്കെ ഉള്ളിൽ പോയില്ലേ. ഇനി നമുക്ക് ഈ ബാക്ക് പീസിൻ്റെ സ്ലീവ് ഇതിൻ്റെ ഈ ഭാഗത്ത് നിന്ന് തുടങ്ങി ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് ഈ നെക്കിൻ്റെ ഈ ഭാഗത്ത് കൂടി കൊടുന്ന ഈ സ്ലീവിൻ്റെ ഈ അരികു വരെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ അതിൻ്റെ സ്ലീവും ബാക്ക് പീസും ഒക്കെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് വേണ്ട സ്ലീവ് റെഡിയാക്കി എടുക്കാം. അതിനായി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ പീസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ നല്ല ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഒന്നിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിന് വേണ്ടി കട്ട് ചെയ്തെടുത്ത ലൈനിങ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അരികിലൂടെ ഒരു 1/2 ഇഞ്ച് വിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം അതൊന്ന് മറിച്ച് കൊടുത്ത് വീണ്ടും അതിൻ്റെ ആ അരികൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ 2 സ്ലീവ് ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ മെയിൻ പീസിൽ ഇതൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ഫ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി.
ഇതിൻ്റെ ഈ എൻഡ് വരുന്ന വരെ ഇതുപോലെ ഇങ്ങനെ 2 ഭാഗത്തും ഫ്രില്ലിട്ട് കൊടുത്തുകൊണ്ട് ഒന്നിങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. 2 സ്ലീവ് ഇതേ രീതിയിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഈ ബാക്ക് ഭാഗത്ത് ഇതിൻ്റെ സിബ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഫുള്ളായിട്ട് ഒന്നും ഞാൻ കാണിക്കണില്ല. വീഡിയോൻ്റെ ലെങ്ത്ത് ഇങ്ങനെ കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സിബ് ചെയ്യണ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. സിബ് ഇതിൽ വെച്ച് കൊടുക്കുന്നത് എങ്ങനെയെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് മുകളിൽ ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അവരത് പോയി ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് എങ്ങനെ വെച്ച് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിൻ്റെ ഈ 2 സൈഡ് ഇതാ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടുകാണ്ട് ഒന്ന് 2 സൈഡും എന്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ ഇതിൻ്റെ ഈ അടിഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കുട്ടി ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ക്ലോത്തിൻ്റെ ഗ്ലൈസിങ്ങും എന്താണ് സ്ലീവിൻ്റെ ആ പഫൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടി വന്നപ്പോൾ ആ ബ്ലൗസ് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ എന്താണ് പലാസോ പാൻറ്റൊക്കെ ഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് എന്താണ് ഭംഗി കിട്ടുക. ഇത് നമുക്ക് അംബ്രല കട്ടിങ് പലാസോ പാൻറ്റൊക്കെ മാത്രമല്ല കേട്ടോ, സാധാ പലാസോ പാൻറ്റൊക്കെ അതുപോലെ സ്കേർട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഈ കുട്ടിയൊക്കെ ബ്ലൗസ് അടിക്കുമ്പോൾ എത്രയും എന്താണ് ഈ ലെങ്ത്ത് കുറഞ്ഞാണ്ട് നമ്മളെ ആ പട്ടുണ്ടല്ലോ, പട്ടൻ്റെ മുകളിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ആ ഭംഗി കിട്ടുക. ഞാനിതേപോലെ തന്നെ 2 സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പലാസോ പാൻറ്റും അതിൻ്റെ ബ്ലൗസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചാൽ മതി കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.